നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബീഫ് പെരളൻ അല്ലെങ്കിൽ ബീഫ് കറിയാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഒരു പ്രഷർ കുക്കറിലാണ് ബീഫ് വേവിക്കുന്നത്. 1 കിലോ ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുക. എരിവിനായിട്ട് മുളക് പൊടി 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. കൂടാതെ 8 അല്ലി വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇതുപോലെ തന്നെ അരിഞ്ഞ ഇഞ്ചിയും ആവശ്യത്തിന് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അത് തേങ്ങയുടെ എത്ര മാത്രം ചേർക്കണമെന്നുള്ളത് അവനവന് എത്ര തേങ്ങയുടെ താല്പര്യമുണ്ടോ അതനുസരിച്ച് ചേർക്കുക. കൂടുതൽ ചേർത്താൽ കൂടുതൽ രുചി കാണും. ഓരോ സ്ഥലത്തെയും ബീഫിൻ്റെ വേവിക്കുന്ന സമയം അതാത് ടൈപ്പിനെ ആശ്രയിച്ചിരിക്കും. ഇവിടെ കിട്ടുന്ന ബീഫ് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് വേവിക്കും. അത് കഴിഞ്ഞ് എണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുക് 1/2 ടീസ്പൂൺ ഇടുക. കൂടാതെ ഒരു മീഡിയം സൈസ് സവോളയാണ്. ഈ സവോള ഇതുപോലെ നല്ല തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ മസാലകൾ ചേർക്കാനായിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടാതെ 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ പച്ച മണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി ഏറ്റവും തീ കുറച്ച് വെക്കുക. പൊടികൾ കരിയാനായിട്ട് ഇടയാകരുത്. ഇനി ഇതിലേക്ക് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ടൊമാറ്റോ ഇതുപോലെ അരച്ച് ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട്. അതില്ലായെങ്കിൽ ഒരു ടൊമാറ്റോയുടെ പൾപ്പും കൂടെ ഇതിലേക്ക് ചേർത്താൽ മതി. ഈ ടൊമാറ്റോ ഫ്രീസ് ചെയ്തായതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വരും. പിന്നെ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബീഫും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് ബീഫിലുള്ള വെള്ളവും ടൊമാറ്റോയിലുള്ള വെള്ളവും കൂടെ ഇത്രയും പരുവായിട്ടുണ്ട്. പിന്നെ ഇതൊരു പെരളം കറിയാണ്. ചോറിനോ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും കൂട്ടാം. കൂടുതൽ ചാറ് ആവശ്യമുള്ളവർക്ക് ഈ പരുവത്തിന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറ്റിച്ചെടുക്കാം. പിന്നെ അധികം എരിവില്ലാത്ത നല്ലൊരു സൈഡ് ഡിഷാണ്. ഇവിടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ബീഫ് പെരളൻ അല്ലെങ്കിൽ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ തേങ്ങ സ്ലൈസസ് മാത്രമേ, തേങ്ങ കൊത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ തേങ്ങ പാല് ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ ബീഫ് ഒലത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി കറിയായിട്ട് ഇരിക്കട്ടെ എന്നോർത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും. താങ്ക്